ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു ബോഡിയിൽ നിന്ന് എങ്ങനെ നമുക്ക് മെഷർമെൻറ്റുകൾ എടുക്കാം, അത് എങ്ങനെയാണ് നമ്മൾ ക്ലോത്തിലേക്ക് വരയ്ക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുർത്തിക്ക് അല്ലെങ്കിൽ ചുരിദാറിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുന്നതെന്നാണ് ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഷോൾഡറാണ്. നമ്മുടെ ഷോൾഡർ ടു ഷോൾഡർ, നമ്മുടെ ഷോൾഡർ ബോൺ ഉണ്ടല്ലോ, ഈ ഷോൾഡർ ബോൺ മുതൽ അടുത്ത ഷോൾഡർ ബോൺ വരെയുള്ള ലെങ്ത്താണ് നമ്മൾ ഷോൾഡറായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ബോൺ മുതൽ നമുക്ക് ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വരുമ്പോൾ കാണാൻ പറ്റുമല്ലോ, ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു പാർട്ട് മുതൽ അടുത്ത ഷോൾഡറിൻ്റെ ആ ഒരു പാർട്ട് സൈഡ് വരെയുള്ള ഈ ഒരു ലെങ്ത്തിനെയാണ് നമ്മൾ ഷോൾഡർ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ആദ്യം നമ്മൾ മെഷർ ചെയ്യുന്നത് ഷോൾഡറാണ്. ഓക്കെ, ഷോൾഡർ മെഷർ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് മെഷർ ചെയ്യേണ്ടത് ടോട്ടൽ ലെങ്ത് ആണ്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ടോട്ടൽ ലെങ്ത് എടുക്കുന്നത്. അതായത് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഈ ഒരു പാർട്ട് മുതൽ എവിടെ വരെയാണോ നമുക്ക് ക്ലോത്തിൻ്റെ ഇറക്കം വേണ്ടത് അതുവരെയുള്ള നീളത്തിനെയാണ് നമ്മൾ ടോട്ടൽ ലെങ്ത്, ആ ക്ലോത്തിൻ്റെ അല്ലെങ്കിൽ ആ ഡ്രസ്സിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ മുതൽ ഇപ്പോൾ ഇവിടെ വരെയാണ് എടുക്കുന്നത്, മുട്ടിന് താഴെ വരെയാണെങ്കിൽ ഇതുവരെയുള്ള ഈ ഒരു ഇറക്കത്തിനെയാണ് നമ്മൾ ടോട്ടൽ ലെങ്ത്. ഓക്കെ, അപ്പോൾ ഷോൾഡർ ടോട്ടൽ ലെങ്ത്ത്. അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് ചെസ്റ്റ് വണ്ണാണ്. അതായത് നമ്മുടെ ബസ്റ്റിന് മുകളിലുള്ള, അത് കഷക്കുഴിയിൽ കൂടി നമ്മൾ റൗണ്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് എടുത്ത് ഇവിടെ പുറകിലൂടെ കഷക്കുഴിയുടെ ഇവിടെ കൂടി റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെസ്റ്റ് വണ്ണം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒന്നാമത്തെ മെഷർമെൻറ്റ് ടോട്ടൽ ലെങ്ത്ത്, രണ്ടാമത്തെ മെഷർമെൻറ്റ്. മൂന്നാമത്തെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ചെസ്റ്റാണ്. അത് കൈക്കുഴി ഇങ്ങനെ ചുറ്റി വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതിന് നമ്മൾ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയും. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നതാണ് ബസ്റ്റ്. നമ്മുടെ ബസ്റ്റിൻ്റെ മുകളിലൂടെയുള്ള റൗണ്ട് ഏകദേശം ഇവിടെ വരും. ഇത് ബസ്റ്റിൻ്റെ കറക്റ്റായിട്ട് ബസ്റ്റിന് മുകളിലൂടെ ടേപ്പ് വെച്ചിട്ട് ബോഡി ചുറ്റി എടുക്കണം. അപ്പോൾ അതാണ് നാലാമത്തെ അളവെന്ന് പറയുന്നത്. അത് ബെസ്റ്റാണ്, ബെസ്റ്റ് റൗണ്ട്. ഇനി അടുത്തത് നമുക്ക് ബസ്റ്റ് പോയിൻറ്റ്, അതായത് നമുക്ക് ഷോൾഡറിൽ നിന്ന് നമ്മുടെ നിപ്പിളിലേക്കുള്ള അകലം അതെത്രയാണോ അതാണ് ബസ്റ്റ് പോയിൻറ്റ്. BP എന്ന് നമുക്ക് ഷോർട്ടായിട്ട് പറയാം, ബസ്റ്റ് പോയിൻറ്റ്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ വേസ്റ്റ്. അതായത് നമുക്ക് ഏകദേശം ഈ ഒരു ഷേപ്പ്, എല്ലാവർക്കും ഇങ്ങനെ ആവുന്നില്ല, എന്നാലും ഒരു ഷേപ്പ് വരുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, അതുവരെയുള്ള ഒരു അകലമാണ് നമുക്ക് വേസ്റ്റായിട്ട് എടുക്കുന്നത്. അതും നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ലെങ്ത്ത് എടുക്കണം. ഷോൾഡറിൽ നിന്ന് വേണം നമ്മൾ ലെങ്ത്ത് എടുക്കാനായിട്ട്. ഇവിടേക്കുള്ളതാണ് വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഷോൾഡറിൽ നിന്നാണ് നമ്മളെല്ലാ മെഷർമെൻറ്റും എടുക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് അളന്ന് വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത്. നമ്മൾ ബസ്റ്റിൻ്റെ പുറത്തു കൂടി എടുക്കരുത്, ഈ ഒരു സൈഡിൽ കൂടി വേണം ഇതിങ്ങോട്ട് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ബസ്റ്റിൻ്റെ പുറത്തു കൂടി എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ പുറകു തിരിഞ്ഞ് നിന്നിട്ട് എടുത്താലും മതിയാവും ഈ ഒരു ലെങ്ത്ത് എടുക്കുമ്പോൾ കേട്ടോ. ബസ്റ്റിൻ്റെ മുകളിലൂടെ എടുത്തു കഴിഞ്ഞാൽ ലെങ്ത്തിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനെ റൗണ്ട് ചെയ്ത് എത്രയാണോ വരുന്നതെന്ന് നോക്കാം. അതാണ് വേസ്റ്റ് റൗണ്ട്, വേസ്റ്റിൻ്റെ വണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേസ്റ്റിലെ വണ്ണമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത്, ആറാമത്തെ മെഷർമെൻ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ സാധാ ചുരിദാറാണ്, സ്ലിറ്റഡ് ചുരിദാറാണെങ്കിൽ നമ്മൾ സ്ലിറ്റ് ഇടുന്നത് എവിടെ തൊട്ടാണ് സ്ലിറ്റ് ആവശ്യമുള്ളത്. ചിലവർ ഇവിടെ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യും സ്ലിറ്റ്, ചിലവർക്ക് ഇച്ചിരി ഇറങ്ങി നിൽക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ആ ലെങ്ത്ത് എടുക്കുന്നത്. അതും ഈ ഷോൾഡറിൽ നിന്ന് നമുക്ക് എന്തുമാത്രം ഇറക്കമാണ് വേണ്ടത് അതാണ് സ്ലിറ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത്. സ്ലിറ്റ് ലെങ്ത്ത് എടുത്തതിന് ശേഷം എവിടെ വെച്ചാണോ നമുക്ക് സ്ലിറ്റ് വരേണ്ടത് അതിനെ ചുറ്റി നമ്മൾ അതിൻ്റെ വണ്ണം എടുത്തിരിക്കണം. അതാണ് സ്ലിറ്റ് വണ്ണം അല്ലെങ്കിൽ സ്ലിറ്റ് വിഡ്ത്ത് എന്ന് പറയാം. ഇത്രയുമാണ് നമ്മളൊരു ടോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന അളവുകൾ. അപ്പോൾ ഒന്നാമത്തത് ഷോൾഡറാണ്. ഷോൾഡർ എടുക്കുന്നു ആദ്യം. അതിനുശേഷം
നമ്മൾ രണ്ടാമതെടുക്കുന്നത് ടോട്ടൽ ലെങ്ത് ആണ്. അപ്പോൾ എന്തുമാത്രം ടോപ്പിന് എത്രമാത്രം ലെങ്ത്ത് വേണോ അതാണ് ടോട്ടൽ ലെങ്ത് എടുക്കണം. അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് ചെസ്റ്റ് വണ്ണം എടുക്കണം. അതായത് നമ്മുടെ കഷക്കുഴി ചുറ്റി ചെസ്റ്റ് എടുക്കണം. അതിനുശേഷം എടുക്കേണ്ടത് ബസ്റ്റ് വണ്ണം, നമ്മുടെ ബസ്റ്റിൻ്റെ മുകളിലൂടെ പുറകിലൂടെ ചുറ്റി ബസ്റ്റ് വണ്ണം എടുക്കണം. അതിനുശേഷം ബസ്റ്റ് പോയിൻ്റ് എടുക്കുമ്പോൾ നമ്മുടെ ഷോൾഡറിൽ നിന്ന് നിപ്പിൾ പോയിൻ്റ് വരെയുള്ളതാണ് ബസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് വെയ്സ്റ്റ് ലെങ്ത്ത്, നമ്മുടെ വെയ്സ്റ്റ് ഒരു ഷേപ്പ് ലെങ്ത്ത്, ആ ഷേപ്പ് വരുന്ന എവിടെ വരെയാണോ അവിടെ വരെയുള്ള ലെങ്ത്ത് എടുക്കുക. അത് പുറകിൽ വെച്ചെടുത്താൽ മതി. ഫ്രണ്ടിൽ നിന്ന് എടുക്കുമ്പോൾ ബസ്റ്റ് ഒഴിവാക്കി കൊണ്ടുവേണം എടുക്കാം കേട്ടോ. അപ്പോൾ വെയ്സ്റ്റ് ലെങ്ത്ത് എടുക്കുക. അതിനുശേഷം അവിടുത്തെ വണ്ണം എത്രയാണെന്ന് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി ടേപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. അതിനുശേഷം സ്ലിറ്റുള്ള ടോപ്പാണെങ്കിൽ സ്ലിറ്റിൻ്റെ ഇറക്കം എത്രയാണോ സ്ലിറ്റ് ഇറക്കം വേണ്ടത് അത് മെഷർ ചെയ്യുക. അതിനുശേഷം അവിടെ വെച്ചിട്ട് അതിൻ്റെ സ്ലിറ്റ് വിട്ടും കൂടി മെഷർ ചെയ്യുക. അതിനുശേഷം നമ്മൾ താഴത്തോട്ട് വരുമ്പോൾ അതായത് നമ്മൾ ടോട്ടൽ ലെങ്ത്ത് വരുമല്ലോ, എന്തായാലും ടോട്ടൽ ലെങ്ത്ത് വരും. എന്നിട്ട് അവരോട് തന്നെ ചോദിക്കണം, ഇപ്പോൾ നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്കിവിടെ താഴത്ത് വീതി ഒരുപാട് വേണോ, വീതി കുറച്ച് വേണോ, അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഇവിടെ താഴത്തെ ലെങ്ത്ത് വണ്ണം കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലീവ് അല്ലെ, നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അപ്പോൾ സ്ലീവ് ചെയ്യാൻ നേരത്ത് നമ്മൾ നോക്കേണ്ടത് ആദ്യം നമ്മുടെ ആം ഹോൾ എത്രയാണെന്ന് നോക്കണം. അത് നമ്മൾ ഈ കഷക്കുഴി ഉണ്ടല്ലോ, കഷക്കുഴി ഇത്രയും ചുറ്റി വേണം ആം ഹോൾ എടുക്കാനായിട്ട്. കറക്റ്റായിട്ട് ഇതിൻ്റെ കഷക്കുഴിയിൽ കൂടെ ടേപ്പ് ചുറ്റി നമുക്ക് ആദ്യം ആം ഹോൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആം ഹോൾ കണ്ടുപിടിക്കുക. അതിനുശേഷം ഇവിടുത്തെ വണ്ണം നമുക്ക് എത്രയാണോ ഈ ഒരു സൈഡിൽ വണ്ണം വരുന്നത് അത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. കൈവണ്ണം, അപ്പോൾ മുകളിലെ കൈവണ്ണം ഇതിൻ്റെ എത്രയാണോ വണ്ണം വരുന്നത് അതും കൂടി കണ്ടുപിടിച്ചിരിക്കണം. നമുക്ക് സ്ലീവ് ചെയ്യുമ്പോൾ അത്യാവശ്യം വേണ്ട അളവുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആം ഹോളും കണ്ടുപിടിക്കണം, മുകളിലത്തെ വണ്ണവും കണ്ടുപിടിച്ചിരിക്കണം. അതിനുശേഷം നമുക്ക് സ്ലീവിന് എന്തോരം ലെങ്ത്ത് വേണം, ഫുൾ സ്ലീവ് ആണോ 3/4 ആണോ അതോ ചെറിയ സ്ലീവ് ആണോ, ഏതാണോ സ്ലീവ് വേണ്ടത് അതിനനുസരിച്ചുള്ള സ്ലീവിൻ്റെ ലെങ്ത്തും എടുക്കുക. ഇപ്പോൾ നമ്മളെപ്പോഴും മിക്കവരും ഇപ്പോൾ 3/4 ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മുട്ടിന് മുകളിലുള്ളതാണ്. ഇപ്പോൾ എവിടെയാണോ എടുക്കുന്നത് അപ്പോൾ അവിടെ വരെയുള്ള ലെങ്ത്ത് സ്ലീവ് ലെങ്ത്ത് എടുത്തിരിക്കണം. അതുപോലെ തന്നെ ആ എവിടെ വരെയാണ് സ്ലീവ് വേണ്ടത് അവിടുത്തെ വണ്ണവും കൂടി നമ്മൾ എടുത്തിരിക്കണം. അപ്പോൾ സ്ലീവ് ലെങ്ത്തും അതുപോലെ അവിടുത്തെ വണ്ണവും നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി എടുത്തിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് നമ്മളൊരു ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ബേസിക് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായത്. ഇപ്പോൾ ഞാനൊരു അളവെടുത്തിട്ട് ആ ഒരു അളവ് എങ്ങനെയാണ് ക്ലോത്തിൽ കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. വീഡിയോ അല്പം ലെങ്ത് ആയതുകൊണ്ട് നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം. ഓക്കെ.